നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അക്ഷരാർത്ഥത്തിൽ ആന്റണി ഞെട്ടിക്കുകയാണ്. യുവേഫ കോൺഫറൻസ് ലീഗിന്റെ സെമി ഫൈനൽ ആദ്യപാദ മത്സരം റയൽ ബെറ്റിസ് വേഴ്സസ് ഫിയോറന്റീന പോരാട്ടം. കളിയുടെ 64-ാമത്തെ മിനിറ്റിൽ ഔട്ട്സൈഡ് ദി ബോക്സിൽ നിന്നൊരു സെൻസേഷണൽ ഷോട്ട്, ഒരു സെൻസേഷണൽ സ്ട്രൈക്ക്, അത് ഫിയോറന്റീനയുടെ വലയിലേക്ക് അടിച്ചിട്ടുകൊണ്ട് ആന്റണി ടീമിന്റെ വിജയം ഉറപ്പാക്കുകയായിരുന്നു. മത്സരം 2-1 റയൽ ബെറ്റീസ് വിജയിച്ചത്. ബെറ്റീസിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ 6-ാമത്തെ മിനിറ്റിൽ എസബ്ദയിലൂടെ റയൽ ബെറ്റീസ് മുന്നിലെത്തി. 64-ാമത്തെ മിനിറ്റിലാണ് ആന്റണിയുടെ ഈ പറഞ്ഞ ഗോൾ പിറക്കുന്നത്. അതോടുകൂടി ബെറ്റീസ് വിജയം ഉറപ്പിക്കുകയായിരുന്നു. പിന്നെ റനിയേരിയിലൂടെ ഒരു ഗോൾ ഫിയോറന്റീന മടക്കിയെങ്കിലും 2-1 വിജയിച്ച് കയറി റയൽ ബെറ്റീസ്. ഫൈനലിലേക്കുള്ള പാതയിലാണ് അവരുള്ളത്. ആന്റണി വന്നതിന് ശേഷം മിന്നും പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റയൽ ബെറ്റീസിനായിട്ട് 19 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചത്. 10 ഗോൾ കോൺട്രിബ്യൂഷനായിരിക്കുന്നു. അതേസമയം യുണൈറ്റഡിന് വേണ്ടി 96 മത്സരങ്ങൾ ആകെ കളിച്ചിട്ട് അദ്ദേഹം 17 ഗോൾ കോൺട്രിബ്യൂഷൻസ് മാത്രമാണ് നൽകിയിരുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. ആന്റണി വേറെ ലെവലിലേക്ക് മാറുന്ന കാഴ്ച. 19 മത്സരങ്ങൾ, ആ 19 മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ടീം 12 എണ്ണവും വിജയിച്ചു, 3 എണ്ണമേ തോറ്റുള്ളൂ, 4 മത്സരങ്ങൾ സമനില. ഇതാണ് കണക്ക്. അദ്ദേഹം വന്നതോടുകൂടിയുള്ള മാറ്റമാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ബെറ്റീസിലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷം യൂറോപ്പിലെ ടോപ്പ് ലീഗുകളിൽ കളിക്കുന്ന ബ്രസീലിയൻ താരങ്ങളിൽ സെക്കൻഡ് ഹയസ്റ്റ് ഗോൾ സ്കോറർ അദ്ദേഹമാണ് എന്ന കാര്യം കൂടി ഓർക്കുക. 19 ഗെയിമുകൾ, 6 ഗോളുകൾ, 4 അസിസ്റ്റുകൾ, 10 ഗോൾ കോൺട്രിബ്യൂഷൻസ്. ഓരോ 158 മിനിറ്റിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നു. 12 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, 40 കീ പാസുകൾ കൊടുത്തു. യെസ്, ആന്റണി പൊളിച്ചെടുക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.